പ്രിയപ്പെട്ടവരെ, ഹോപ്സ് PSCയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് LDC 4ാം ഘട്ടം ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ നടന്ന ചോദ്യങ്ങളുടെ വിശകലനമാണ്. സുപ്രധാന നിയമങ്ങൾ, ഭരണഘടന എന്നീ വിഭാഗങ്ങളിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. അടുത്ത പരീക്ഷകൾക്കും ഈ ഘട്ടങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പം ആദ്യ ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: പോക്സോ നിയമത്തിലെ ഏതു വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? പോക്സോ നിയമത്തിലെ ഏതു വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ വകുപ്പ് 4, ഓപ്ഷൻ ബി വകുപ്പ് 6, ഓപ്ഷൻ സി വകുപ്പ് 12, ഓപ്ഷൻ ഡി വകുപ്പ് 14. അപ്പോൾ ഇതിന് ഉത്തരമായി വരുന്നത് വകുപ്പ് 14 ആണ്. പോക്സോ നിയമം 4 ഘട്ടങ്ങളിലും പരീക്ഷകളിൽ 2 ചോദ്യങ്ങൾ വരെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച സംഗതികളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഘട്ടങ്ങളിലും ഈ മേഖലകളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതകൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ പോക്സോ, അതിൻ്റെ ഫുൾ ഫോം തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നുള്ളതാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. അതായത് 18 വയസ്സിന് താഴെയുള്ള ആൺ പെൺ വ്യത്യാസമില്ലാതെയുള്ള കുട്ടികൾക്ക് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന്, ലൈംഗിക പീഡനങ്ങളിൽ നിന്ന്, ലൈംഗിക ചുവയുള്ള നോട്ടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി രാജ്യത്ത് പാർലമെന്റ് പാസാക്കി നടപ്പിലാക്കിയിട്ടുള്ള സുപ്രധാന നിയമമാണ് പോക്സോ നിയമം എന്ന് പറയുന്നത്. 18 വയസ്സിന് താഴെയുള്ള ആൺ പെൺ വ്യത്യാസമില്ലാതെയുള്ള കുട്ടികൾക്ക് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന്, ലൈംഗിക പീഡനങ്ങളിൽ നിന്ന്, ലൈംഗിക ചുവയുള്ള നോട്ടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ സുപ്രധാന നിയമമാണ് പോക്സോ നിയമം എന്നുള്ളത്. അതായത് നമുക്കറിയാം, ഈ പോക്സോ നിയമം രാജ്യത്ത് നിലവിൽ വരുന്നതിന് മുൻപ്, അതായത് ഈ പോക്സോ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഒരു നിയമമുണ്ട്. അങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. പോക്സോ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് 2003 ഗോവ ചിൽഡ്രൻസ് ആക്ട് ആണ്. 2003 ഗോവ ചിൽഡ്രൻസ് ആക്ട് ആണ്. ഇനി നമ്മൾ പറഞ്ഞു, പോക്സോ നിയമപ്രകാരം LDCയുടെ പരീക്ഷകൾക്ക് തന്നെ ചോദിച്ചുള്ളതാണ്. പോക്സോ നിയമപ്രകാരം ഒരു കുട്ടിയെ മൈനറായി കണക്കാക്കുന്നത് എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് എന്ന് ചോദിച്ചാൽ അത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ്. ഇപ്പോൾ പോക്സോ നിയമപ്രകാരം ഒരു കുട്ടിയെ മൈനറായി കണക്കാക്കുന്നത് എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് എന്ന് ചോദിച്ചാൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ്. അത്തരത്തിലാണ്. അപ്പോൾ നിയമങ്ങളെ സംബന്ധിച്ച് ഈ അടുത്ത് നമുക്കറിയാം, നിയമങ്ങളെ അത്തരത്തിൽ പരിഷ്കരിച്ചിട്ടുണ്ട്. പുതിയ 3 നിയമസംഹിതകളെ അത്തരത്തിൽ രാജ്യത്ത് പരിഷ്കരിച്ചിട്ടുണ്ട്. ഈ അടുത്ത പരീക്ഷകൾക്ക് ചോദിച്ചുള്ളതാണ്. ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനു പകരമായി നിലവിൽ വന്ന രാജ്യത്ത് പുതിയ നിയമസംഹിതയേത്? അത് ഭാരതീയ ന്യായ സംഹിതയാണ്. പിന്നീട് CRPC നിയമത്തിന് പകരമായി രാജ്യത്ത് നിലവിൽ വന്ന പുതിയ നിയമസംഹിതയേത്? അത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാണ്. പിന്നീട് ഇന്ത്യൻ എവിഡൻസ് ആക്ടിനു പകരമായി രാജ്യത്ത് നിലവിൽ വന്ന പുതിയ നിയമസംഹിതയേത്? അത് ഭാരതീയ സാക്ഷ്യ അധിനിയമാണ്. 3 നിയമങ്ങൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയത് 2023 ഡിസംബർ 25-നാണ്. ഈ നിയമങ്ങൾ രാജ്യത്ത് ഔദ്യോഗികമായിട്ട് പ്രാബല്യത്തിൽ വന്നത് 2024 ജൂലൈ 1-നുമാണ്. അപ്പോൾ ഈ 3 നിയമങ്ങളെ സംബന്ധിച്ച് ആ പരിഷ്കരിച്ച പേരുമാറ്റങ്ങളൊക്കെ ഈ അടുത്ത പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, പോക്സോ നിയമം 18 വയസ്സിന് താഴെയുള്ള ആൺ പെൺ വ്യത്യാസമില്ലാതെയുള്ള കുട്ടികൾക്ക് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന്, ലൈംഗിക പീഡനങ്ങളിൽ നിന്ന്, ലൈംഗിക ചുവയുള്ള നോട്ടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി രാജ്യത്തിന് പാർലമെന്റ് പാസാക്കിയിട്ടുള്ള സുപ്രധാന നിയമമാണിത് എന്നുള്ളതാണ്. ഇനി വീണ്ടും പരീക്ഷകൾക്ക് അത്തരത്തിൽ ചോദിച്ചിട്ടുണ്ട്, വസ്തുതകൾ വന്നിട്ടുണ്ട്. അതായത് പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട്, ഈ പോക്സോ നിയമം രാജ്യത്തെ പാർലമെന്റ് പാസ്സാക്കിയത് ഏതു വർഷമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പോക്സോ നിയമം രാജ്യത്തെ പാർലമെന്റ് പാസ്സാക്കിയത് ഏതു വർഷം എന്ന് ചോദിച്ചാൽ 2012 മെയ് 22-നാണ് പോക്സോ നിയമത്തെ രാജ്യത്തെ പാർലമെന്റ് പാസ്സാക്കിയത്. അപ്പോൾ പോക്സോ നിയമത്തെ രാജ്യത്തെ പാർലമെന്റ് പാസ്സാക്കിയത് ഏതു വർഷം എന്ന് ചോദിച്ചാൽ 2012 മെയ് 22-നാണ്. ഇനി പോക്സോ നിയമത്തിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് ഏതു വർഷം എന്ന് ചോദിച്ചാൽ 2012 ജൂൺ 19-നാണ്. പോക്സോ നിയമത്തിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് ഏതു വർഷമാണ് എന്ന് ചോദിച്ചാൽ 2012 ജൂൺ 19-നാണ്. ഇനി പോക്സോ നിയമം രാജ്യത്ത് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് ഏതു വർഷം എന്ന് ചോദിച്ചാൽ 2012 നവംബർ 14-നാണ്. പോക്സോ നിയമം രാജ്യത്ത് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 2012 നവംബർ 14. അപ്പോൾ പോക്സോ നിയമത്തിന് അംഗീകാരം നൽകിയ രാഷ്ട്രപതിയാണ് പ്രതിഭ പാട്ടീൽ. 2012 ജൂൺ 19-ന് അംഗീകാരം നൽകുന്നു.
അത് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നീട് പോക്സോ നിയമം രാജ്യത്ത് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 2012 നവംബർ 14 എന്നുള്ളതാണ്. അപ്പോൾ പോക്സോ നിയമം നിലവിൽ വന്ന സമയത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് എന്നുള്ളതാണ്. ഈ പോക്സോ നിയമത്തിൽ ആകെ, അതായത് 2012 രാജ്യത്ത് 2012 നവംബർ 14 നിലവിൽ വന്നിട്ടുള്ള പോക്സോ നിയമത്തിലാകെ 9 അധ്യായങ്ങളുണ്ട്, 46 വകുപ്പുകളുണ്ട്. ചോദിച്ചിട്ടുണ്ട് എത്ര അധ്യായങ്ങളുണ്ട്, എത്ര വകുപ്പുകളുണ്ട്? 9 അധ്യായങ്ങളുണ്ട്, 46 വകുപ്പുകളാണ് 2012 പോക്സോ നിയമത്തിൽ ആകെയുള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. പിന്നീട് ഈ പോക്സോ നിയമത്തെ കൈകാര്യം ചെയ്യുന്ന രാജ്യത്തെ മന്ത്രാലയം, മിനിസ്ട്രി ഏതാണ് എന്ന് ചോദിച്ചാൽ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ്. കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ് പോക്സോ നിയമത്തെ കൈകാര്യം ചെയ്യുന്നത്. നിലവിലെ കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? അന്നപൂർണ ദേവിയാണ്. അപ്പോൾ നിലവിലെ കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി. നമ്മൾ കണക്ട് ചെയ്ത് നോക്കിയാൽ കേരളത്തിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? അത് വീണ ജോർജ് ആണ്. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? അത് വീണ ജോർജ് ആണ്. അതുപോലെ തന്നെ വീണ ജോർജ് പ്രതിനിധീകരിക്കുന്ന നിയമസഭാ മണ്ഡലം ഏതാണ്? ആറന്മുള പത്തനംതിട്ടയാണ് എന്നുള്ളതാണ്. ഇനി കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് JP നദ്ദയാണ്. JP നദ്ദ അദ്ദേഹം തന്നെയാണ് നിലവിലെ രാജ്യസഭയുടെ അത്തരത്തിൽ നേതാവായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയും ആര് തന്നെയാണ്? JP നദ്ദ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. അത്തരത്തിൽ ചോദ്യങ്ങൾ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി പോക്സോ നിയമത്തെ കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുന്നത്, നമുക്കറിയാം അത്തരത്തിൽ പോക്സോ നിയമത്തെ കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ അത് കോമൾ എന്ന് പറയുന്ന സിനിമയാണ്. 2013 ഈ സിനിമ പുറത്തിറങ്ങിയത് എന്നുള്ളതാണ്. അതും ചോദിച്ചുള്ളതാണ്. പോക്സോ നിയമത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുന്നത് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയവും ചൈൽഡ് ലൈൻ വെൽഫെയർ സൊസൈറ്റിയും ചേർന്ന് പുറത്തിറക്കിയ സിനിമ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് എന്ന് ചോദിച്ചാൽ പറയണം കോമൾ എന്ന് പറയുന്ന സിനിമയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വീണ്ടും ചോദിച്ചുള്ളതാണ്. നമ്മുടെ ചൈൽഡ് ലൈൻ അത്തരത്തിൽ വെൽഫെയർ സൊസൈറ്റി പറഞ്ഞു. അപ്പോൾ ഈ ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 1098 ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ 1098 ആണ്. അപ്പോൾ 1090 എന്ത് ടോൾ ഫ്രീ നമ്പറാണ്? 1090 ക്രൈം സ്റ്റോപ്പർ നമ്പറാണ്. ക്രൈം സ്റ്റോപ്പർ നമ്പർ ചോദിച്ചാൽ 1090. വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ ചോദിച്ചാൽ 1091 ആണ്. പിന്നീട് ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ ചോദിച്ചാൽ 1098 ആണ്. മിത്ര വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ 181 181 ആണ്. അതുപോലെ തന്നെ ദിശ ടോൾ ഫ്രീ നമ്പർ 1056 ആണ്. പിങ്ക് പോലീസ് ടോൾ ഫ്രീ നമ്പർ 1515 ആണ്. പിന്നീട് ഈ അടുത്ത് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിച്ചു, കുട്ടികളുടെ അടിയന്തര സഹായത്തിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? അതായത് കുട്ടികളുടെ അടിയന്തര സഹായത്തിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? അത് 112 112 ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. ഇനി പോക്സോ നിയമത്തിലേക്ക്, അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതകളിലേക്ക് വരാം. അതായത് പോക്സോ നിയമപ്രകാരം, അതായത് ഒരു കുട്ടി ലൈംഗിക അതിക്രമത്തിനോ ലൈംഗിക പീഡനത്തിനോ ലൈംഗിക ചുവയുള്ള നോട്ടത്തിനോ ഇരയായി കഴിഞ്ഞാൽ പരാതി റിപ്പോർട്ട് ചെയ്യുവാൻ അധികാരം ആർക്കൊക്കെയാണുള്ളത്? ആർക്കൊക്കെയാണ് പരാതി റിപ്പോർട്ട് ചെയ്യുവാൻ അധികാരമുള്ളത് എന്ന് ചോദിച്ചാൽ, 1 കുട്ടിയുടെ മാതാപിതാക്കൾക്കാണ്, 2 അധ്യാപകർ സ്കൂൾ അധികൃതർക്കാണ്, 3 ഡോക്ടർമാർ ഹോസ്പിറ്റൽ അധികൃതർക്കാണ്, 4 സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ്, 5 ചൈൽഡ് ലൈൻ പ്രവർത്തകർക്കാണ്, 6 പൊതുപ്രവർത്തകർക്കാണ്, 7 പൊതുജനങ്ങൾക്കാണ്, 8 അതിക്രമത്തിനിരയായിട്ടുള്ള കുട്ടിയാണ്. ചോദിച്ചുള്ളതാണ്. പോക്സോ നിയമപ്രകാരം ഒരു കുട്ടി ലൈംഗിക അതിക്രമത്തിനോ ലൈംഗിക പീഡനത്തിനോ ലൈംഗിക ചുവയുള്ള നോട്ടത്തിനോ ഇരയായി കഴിഞ്ഞാൽ പരാതി റിപ്പോർട്ട് ചെയ്യുവാൻ അധികാരമുള്ളവർ 1 കുട്ടിയുടെ രക്ഷിതാക്കളാണ്, 2 അധ്യാപകർ സ്കൂൾ അധികൃതരാണ്, 3 ഡോക്ടർമാർ ഹോസ്പിറ്റൽ അധികൃതരാണ്, 4 സർക്കാർ ഉദ്യോഗസ്ഥരാണ്, 5 ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ്, 6 പൊതുപ്രവർത്തകരാണ്, 7 പൊതുജനങ്ങളാണ്, 8 അതിക്രമത്തിനിരയായിട്ടുള്ള കുട്ടിയാണ്. പിന്നീട് ഈ പരാതി റിപ്പോർട്ട് ചെയ്യുവാൻ അധികാരമുള്ളവർ
ഏതെങ്കിലും വിധം പരാതി മനഃപൂർവ്വമായിട്ട് മറച്ചുവെച്ചാൽ ഇവർക്കെതിരെ പോക്സോ നിയമപ്രകാരം തന്നെ പ്രേരണാ കുറ്റം ചുമത്തുന്നതാണ്. പ്രേരണാ കുറ്റം ചുമത്തി പോലീസിന് കേസെടുക്കാവുന്നതാണ് എന്നും നിയമത്തിൽ അത്തരത്തിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പരാതി റിപ്പോർട്ട് ചെയ്യുവാൻ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ വ്യക്തികൾ ഏതെങ്കിലും തരത്തിൽ പരാതി മനഃപൂർവ്വമായി മറച്ചുവെക്കുകയോ ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരിൽ നിന്നും പാരിതോഷികങ്ങളോ പ്രതിഫലങ്ങളോ സ്വീകരിച്ചിട്ട് പരാതി അത്തരത്തിൽ മറച്ചുവെച്ച് കഴിഞ്ഞാൽ ആ പരാതി മറച്ചുവെച്ചവർക്കെതിരെ പ്രേരണാ കുറ്റം ചുമത്തി പോലീസിന് കേസെടുക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഇനി പോക്സോ നിയമപ്രകാരം പരാതി സ്വീകരിക്കുന്ന അതോറിറ്റികൾ ഏതാണ്, പരാതി നൽകുന്നവരാരൊക്കെയെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ആ പരാതി സ്വീകരിക്കുന്ന അതോറിറ്റികൾ ഏതൊക്കെയാണ്? ഒന്ന് ലോക്കൽ പോലീസാണ്. അപ്പോൾ ഒരു പ്രദേശത്ത് ഏതു പ്രദേശത്താണോ പോക്സോ നിയമപ്രകാരം കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആ പ്രദേശത്തിൻ്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ നമുക്ക് പരാതി സമർപ്പിക്കാം. ഒന്ന് ലോക്കൽ പോലീസാണ്. രണ്ട് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റാണ്. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റാണ്. മൂന്ന് ചൈൽഡ് ലൈൻ വെൽഫെയർ സൊസൈറ്റിയാണ്. ചൈൽഡ് ലൈൻ വെൽഫെയർ സൊസൈറ്റിയാണ്. പിന്നീട് അത്തരത്തിൽ ദേശീയ ബാലാവകാശ കമ്മീഷനാണ്, സംസ്ഥാന ബാലാവകാശ കമ്മീഷനാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ലോക്കൽ പോലീസ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്, ചൈൽഡ് ലൈൻ വെൽഫെയർ സൊസൈറ്റി, ദേശീയ ബാലാവകാശ കമ്മീഷൻ, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ എന്നിവയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. ഇനി നമുക്കറിയാം, ഈ പോക്സോ നിയമപ്രകാരം ഒരു കുട്ടി അതിക്രമത്തിനോ പീഡനത്തിനോ ലൈംഗിക ചുവയുള്ള നോട്ടങ്ങൾക്കോ അശ്ലീല ചുവയുള്ള സംസാരങ്ങൾക്കോ വിധേയമായി കഴിഞ്ഞാൽ നമുക്ക് ആ പരാതി സംബന്ധമായിട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതൊക്കെ പ്രസ്താവന രീതിയിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പരാതി നമുക്ക് പോക്സോ നിയമപ്രകാരമുള്ള പരാതി നമുക്ക് ഏത് സമയത്തും സമർപ്പിക്കാവുന്നതാണ്, എപ്പോൾ വേണമെങ്കിലും സമർപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു കുട്ടിയായിരുന്ന സമയത്താണ് ഒരു വ്യക്തി ലൈംഗിക അതിക്രമമോ ലൈംഗിക പീഡനമോ നേരിട്ടതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളോ സാക്ഷിമൊഴികളോ അവരുടെ കയ്യിലുണ്ടെങ്കിൽ മുതിർന്നു കഴിഞ്ഞാലും അവർക്ക് ഈ നിയമപ്രകാരം പരാതിപ്പെടാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ പോക്സോ നിയമപ്രകാരം എപ്പോൾ വേണമെങ്കിലും പരാതി സമർപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നീട് പോക്സോ നിയമപ്രകാരം പരാതി ഓൺലൈനായും നൽകാം. അതായത് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോക്സോ നിയമപ്രകാരം പരാതി സ്വീകരിക്കുന്ന ഓൺലൈൻ സംവിധാനമാണ് പോക്സോ ഇ ബോക്സ് എന്നുള്ളതാണ്. 2016 ഓഗസ്റ്റ് 26 അന്നത്തെ കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന മനേകാ ഗാന്ധിയാണ് ഈ പോക്സോ ഇ ബോക്സിനെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത് പരാതിയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പരാതി എപ്പോൾ വേണമെങ്കിലും സമർപ്പിക്കാം. രണ്ട്, പരാതി ഓൺലൈനായും സമർപ്പിക്കാം. ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള സംവിധാനമാണ് പോക്സോ ഇ ബോക്സ്. ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2016 ഓഗസ്റ്റ് 26 മനേകാ ഗാന്ധിയാണ് എന്നുള്ളതാണ്. പിന്നീട് ഇരയിൽ നിന്നും പരാതി സ്വീകരിച്ച് പോലീസ് 24 മണിക്കൂറിനകം അന്വേഷണം ആരംഭിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇരയാക്കപ്പെട്ട വ്യക്തി ആരാണോ അവരിൽ നിന്നും പരാതി സ്വീകരിച്ച് 24 മണിക്കൂറിനകം പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കണം എന്നുള്ളതാണ്. പിന്നീട് പറയുന്നു, FIR രജിസ്റ്റർ ചെയ്യുന്നതിന് പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണം ആവശ്യമില്ല. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് പോലീസിന് എന്തില്ല, പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നീട് ഈ പരാതി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നിയമസംബന്ധമായിട്ടുള്ള നടപടിക്രമങ്ങളിൽ പറയുന്നത്, അതായത് പരാതി സ്വീകരിച്ച ശേഷം പരാതിയുടെ പകർപ്പ് ഇരയാക്കപ്പെട്ട വ്യക്തിക്ക് പോലീസ് സൗജന്യമായി നൽകിയിരിക്കണം. അതായത് പരാതി സ്വീകരിച്ച് ആ പരാതിയുടെ പകർപ്പ് ഇരയാക്കപ്പെട്ട വ്യക്തികൾക്ക് പോലീസ് എന്ത് ചെയ്തിരിക്കണം, സൗജന്യമായിട്ട് നൽകിയിരിക്കണം എന്നുള്ളതാണ് അടുത്ത ആ നടപടിക്രമങ്ങളിലെ പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്. പിന്നീട് ശിശു സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷത്തിലായിരിക്കണം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത്. ശിശു സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം എന്ന് വെച്ചാൽ ഒന്നുകിൽ കുട്ടിയുടെ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ കുട്ടിക്ക് അഭികാമ്യമെന്ന് തോന്നുന്ന സ്ഥലത്ത് വെച്ചായിരിക്കണം പോലീസ് മൊഴി രേഖപ്പെടുത്തേണ്ടത്. ഒന്നുകിൽ കുട്ടിയുടെ വീട് അല്ലെങ്കിൽ കുട്ടിക്ക് അഭികാമ്യമെന്ന് തോന്നുന്ന സ്ഥലത്ത് വെച്ചായിരിക്കണം മൊഴി രേഖപ്പെടുത്തേണ്ടത്. ഈ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് മൊഴി രേഖപ്പെടുത്തുവാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോം ധരിക്കുവാൻ പാടില്ല എന്നുള്ളത്. ഇപ്പോൾ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത്
യൂണിഫോം ധരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നീട് അത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയ മൊഴി കുട്ടിയെ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന തരത്തിലോ കുട്ടിയുടെ ഭാവിയെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലോ മൊഴി വെളിപ്പെടുത്തുവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ കുട്ടിയെ ഭാവിയെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ അതല്ലെങ്കിൽ കുട്ടിയെ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന തരത്തിൽ അത്തരത്തിലുള്ള മൊഴി ഭാഗങ്ങൾ വെളിപ്പെടുത്തുവാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നീട് SI റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്കായിരിക്കും അന്വേഷണ ചുമതലയുള്ളത്. SI റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്കായിരിക്കും അന്വേഷണ ചുമതലയുള്ളത്. പിന്നീട് അത്തരത്തിൽ മൊഴികളും സാക്ഷി മൊഴികളും രേഖകളുമൊക്കെ പോലീസ് റെക്കോർഡ് രൂപത്തിൽ സൂക്ഷിച്ചിരിക്കണം. മൊഴികൾ, സാക്ഷിമൊഴികൾ, തെളിവുകളൊക്കെ പോലീസ് റെക്കോർഡ് രൂപത്തിൽ സൂക്ഷിക്കണം. അതുപോലെ തന്നെ പ്രത്യേക കോടതികൾ സ്ഥാപിച്ചിട്ട് വേണം പോക്സോ നിയമപ്രകാരം വിചാരണ നടത്തുവാൻ. അതായത് പ്രത്യേക കോടതികൾ സ്ഥാപിച്ചിട്ട് വേണം പോക്സോ നിയമപ്രകാരമുള്ള വിചാരണ നടത്തുവാൻ. പരമാവധി 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കി ശിക്ഷാ നടപടികളിലേക്ക് കടക്കണമെന്നുള്ളതാണ്. പരമാവധി 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കി ശിക്ഷാ നടപടികളിലേക്ക് കടക്കണം എന്നുള്ളതാണ്. അത്തരത്തിലാണ് പ്രധാനമായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ. ഇനി പോക്സോ നിയമത്തെ ഭേദഗതി ചെയ്തിട്ടുണ്ട്. പോക്സോ നിയമത്തെ അവസാനമായി ഭേദഗതി ചെയ്തത് 2019. ഇപ്പോൾ 2019 ആ പോക്സോ നിയമത്തെ ഭേദഗതി ചെയ്തത്. അപ്പോൾ ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഭേദഗതി ചെയ്ത വകുപ്പുകളാണ് 2019 2, 4, 5, 6, 9, 14, 15, 34, 42, 45. 2, 4, 5, 6, 9, 14, 15, 34, 42, 45. അപ്പോൾ രണ്ടാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ്. 1, രാജ്യസഭാ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു. അതായത് ആ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു പിശകുണ്ട്, അത് നമ്മൾ തിരുത്തി പറയുകയാണ്. രാജ്യസഭയുടെ ചെയർമാൻ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു. 2, രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല. 3, രാജ്യസഭാ അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. 4, രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധിയാണ്. നമ്മൾ ഈ 4 ഓപ്ഷനിൽ പറയുന്നത് 1, രാജ്യസഭയുടെ ചെയർമാൻ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കും. 2, രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല. 3, രാജ്യസഭ അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. 4, രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും തെറ്റായ പ്രസ്താവന എന്നുള്ളത് ഏതാണ്? 3 പ്രസ്താവനകൾ, 2, 3, 4 എന്നിവയാണ് തെറ്റ്. ഇപ്പോൾ രാജ്യസഭ എല്ലാ പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്, അവിടെ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ രാജ്യസഭയെ സംബന്ധിച്ച് നോക്കാം നമുക്ക്. ഇപ്പോൾ രാജ്യസഭയുടെ 3 പ്രധാനപ്പെട്ട വിശേഷണങ്ങളാണ്. 1, പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടും. 2, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടും. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അവിടെ തന്നെയുണ്ട്, ജനങ്ങളുടെ പ്രതിനിധി സഭയല്ല എന്നുള്ളതാണ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. 3 എന്താണ് എന്ന് ചോദിച്ചാൽ, അതായത് ഹൗസ് ഓഫ് എൽഡേഴ്സ്, മുതിർന്നവരുടെ സഭ എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. പിന്നീട് ഈ രാജ്യസഭയെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ 80 ആണ്. അതായത് പാർലമെന്റ് 79, രാജ്യസഭ 80, ലോക്സഭ 81. രാജ്യസഭ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3-നാണ്. 1952 ഏപ്രിൽ 3. രാജ്യസഭ ആദ്യമായി സമ്മേളിച്ചത് 1952 മെയ് 13. രാജ്യസഭ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് പേരു മാറ്റി രാജ്യസഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചത് 1954 ഓഗസ്റ്റ് 23-നാണ്. 1954 ഓഗസ്റ്റ് 23. ഇനി രാജ്യസഭ പുതിയ പാർലമെന്റാണ്. പുതിയ പാർലമെന്റിൽ രാജ്യസഭയുടെ തീം ഏതാണ് എന്ന് ചോദിച്ചാൽ താമരയാണ്. രാജ്യസഭയിൽ, പുതിയ രാജ്യസഭയിൽ ആകെ എത്ര ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്? അത് പ്രധാനമായും 384 ഇരിപ്പിടങ്ങളാണ്. ഇരിപ്പിടങ്ങളുടെ ആകൃതി എന്താണ് എന്ന് ചോദിച്ചാൽ അർദ്ധവൃത്താകൃതിയാണ്. രാജ്യസഭയിലെ പരവതാനിയുടെ നിറം ചുവപ്പാണ്. എന്നാൽ പുതിയ ലോക്സഭയിൽ അതിൻ്റെ തീം എന്താണ് എന്ന് ചോദിച്ചാൽ മയിലാണ്. ലോക്സഭയിൽ ആകെ 888 ഇരിപ്പിടങ്ങൾ. ലോക്സഭയിൽ ഇരിപ്പിടങ്ങളുടെ ആകൃതി കുതിരലാടത്തിൻ്റെ ആകൃതി.
ലോക്സഭയിൽ പരവതാനിയുടെ നിറം എന്താണ് എന്ന് ചോദിച്ചാൽ അത് പച്ചയുമാണ്. ഇനി നമുക്ക് രാജ്യസഭ. നമുക്കറിയാം രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അതായത് പ്രത്യേകമായിട്ട് രാജ്യസഭയ്ക്ക് എണ്ണം പറയുന്നില്ല. ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ലോക്സഭ ഒന്നാമത്തെ ലോക്സഭയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ 18ാമത് ലോക്സഭയാണ്. അതുകൊണ്ട് തന്നെ രാജ്യസഭയ്ക്ക് എണ്ണം പറയുന്നില്ല. രാജ്യസഭ നിലവിൽ വന്നത് മുതൽ ഒരു സ്ഥിരം സഭയായി, ഒരൊറ്റ സഭയായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് രാജ്യസഭ സ്ഥിരം സഭയാകാൻ കാരണം രാജ്യസഭയിൽ ഓരോ 2 വർഷം കൂടുന്തോറും സഭയിലെ ആകെ അംഗങ്ങളുടെ 1/3 അംഗങ്ങൾ വീതം പിരിഞ്ഞു പോവുകയും പുതിയ അംഗങ്ങൾക്ക് നിയമന ശുപാർശ നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓരോ 2 വർഷം കൂടുന്തോറും സഭയിലെ ആകെ അംഗങ്ങളുടെ 1/3 അംഗങ്ങൾ വീതം പിരിഞ്ഞു പോകുന്നു, പുതിയ അംഗങ്ങൾക്ക് നിയമന ശുപാർശ നൽകും. അത്തരത്തിൽ അതുകൊണ്ട് തന്നെ രാജ്യസഭയെ ഒരു സ്ഥിരം സഭയായി കണക്കാക്കും. ഇനി രാജ്യസഭയ്ക്ക് പ്രത്യേകമായിട്ടുള്ള കാലാവധി നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ്. രാജ്യസഭ അംഗങ്ങൾക്ക് കാലാവധിയുണ്ട്. അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിരമിച്ച അംഗങ്ങൾക്ക്, അതായത് ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക്, വിരമിച്ച അംഗങ്ങൾക്ക് പുനർനിയമനത്തിനുള്ള അർഹതയും ഉണ്ട് എന്നുള്ളതാണ് പ്രസ്താവന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി രാജ്യസഭ അംഗമായി ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വേണ്ട യോഗ്യതകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, 1 ഇന്ത്യൻ പൗരനായിരിക്കണം, 2 30 വയസ്സ് പൂർത്തിയായിരിക്കണം, 3 തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ 25,000 രൂപ കെട്ടിവെക്കണം, 4 1951 ജനപ്രാതിനിധ്യ നിയമമനുസരിച്ചുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ഇന്ത്യൻ പൗരനായിരിക്കണം, 30 വയസ്സ് പൂർത്തിയായിരിക്കണം, 1951 ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണം, തെരഞ്ഞെടുപ്പ് സമയത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ 25,000 രൂപ കെട്ടിവെക്കണം. അതുപോലെ തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, പ്രധാനമായിട്ടും രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന രീതി അത് പരോക്ഷ തെരഞ്ഞെടുപ്പ് സംവിധാനം. തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഏത് എന്ന് ചോദിച്ചാൽ അത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ്. പ്രപ്പോർഷണൽ റേഷ്യോ സിസ്റ്റമാണ്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ അടിസ്ഥാനപ്പെടുത്തിയാണ് നടത്തുന്നത് എന്നുള്ളതാണ്. പിന്നീട് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭയിലെ MLA-മാർ ചേർന്നിട്ടാണ്. അതായത് നമുക്കറിയാം ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെ ജനസംഖ്യ അനുസരിച്ച് രാജ്യസഭാ സീറ്റുകൾ വിഭജിച്ചിട്ട് നൽകിയിട്ടുണ്ട്. അതായത് ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകളും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ കുറഞ്ഞ സീറ്റുകളും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ നിന്നും 31 രാജ്യസഭാ സീറ്റുകളുണ്ട്. ഉത്തർപ്രദേശിനെക്കാട്ടിലും താരതമ്യേന ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ നിന്നും 9 സീറ്റുകളുണ്ട്. കേരളത്തെക്കാളും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനമാണ്, ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനമാണ് സിക്കിം. സിക്കിമിൽ നിന്ന് 1 സീറ്റാണുള്ളത്. അതായത് നമുക്കറിയാം രാജ്യസഭയിലേക്ക് ഒരംഗത്തെ മാത്രം അയക്കാൻ കഴിയുന്ന 8 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ്. 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. സിക്കിമാണ്, നാഗാലാൻഡാണ്, മിസോറാമാണ്, മണിപ്പൂരാണ്, മേഘാലയയാണ്, ത്രിപുരയാണ്, അരുണാചൽ പ്രദേശാണ്, ഗോവ തുടങ്ങിയവയാണ് ആ സംസ്ഥാനങ്ങൾ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലൊക്കെ പരീക്ഷകൾക്ക് കൃത്യമായിട്ട് വരാമെന്നുള്ളതാണ്. പിന്നീട് ഈ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ അത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. പിന്നീട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ, പരമാവധി എത്ര അംഗങ്ങൾ വരെ ആകാമെന്ന് ചോദിച്ചാൽ 250 ആണ്. 250 250 250 പിന്നീട് നിലവിലെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 245 ആണ്. 245. അതായത് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും 229 അംഗങ്ങളും 229 അംഗങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും, അതായത് ഡൽഹി, പുതുച്ചേരി, അവിടെ നിന്നും 4 അംഗങ്ങൾ, അപ്പോൾ 233. പിന്നീട് രാഷ്ട്രപതിക്ക് കലാശാസ്ത്രം, സാഹിത്യം, സാമൂഹ്യ സേവനം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നും വ്യക്തികളെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുവാൻ കഴിയുന്നു. അങ്ങനെ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ള അംഗങ്ങളുടെ എണ്ണം 12.
അങ്ങനെ ടോട്ടൽ എത്രയെന്ന് ചോദിച്ചാൽ 245 രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യുവാൻ കഴിയുന്ന അംഗങ്ങളുടെ എണ്ണം എന്നുള്ളത്. അത്തരത്തിലാണ്. അപ്പോൾ 229 + 4 + 12 245 അത്തരത്തിൽ രാജ്യസഭയിലെ നിലവിലെ അംഗസംഖ്യ എന്നുള്ളതാണ്. അത്തരത്തിൽ കേരളത്തിൽ നിന്നും 9 രാജ്യസഭാ അംഗങ്ങൾ ഔദ്യോഗികമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക എന്നുള്ളതാണ്. പിന്നീട് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് 12 പേരെ നാമനിർദ്ദേശം ചെയ്യാം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ അത് അയർലൻഡ് ഭരണഘടനയിൽ നിന്നാണ്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് 12 പേരെ നാമനിർദ്ദേശം ചെയ്യാം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അയർലൻഡ് ഭരണഘടനയിൽ നിന്നാണ്. ഇനി വീണ്ടും പരീക്ഷകൾക്ക് ചോദിച്ചുള്ളതാണ്. നമുക്കറിയാം അയർലൻഡ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിരിക്കുന്ന മറ്റാശയങ്ങൾ. ഒന്ന്, മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് ഭരണഘടനയാണ്. പിന്നീട് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് അയർലൻഡ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് അടുത്ത ഈ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ വസ്തുതകൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാജ്യസഭയുടെ അധികാര കേന്ദ്രങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഇപ്പോൾ രാജ്യസഭയിൽ ഏറ്റവും ഉയർന്ന പദവിയാണ് ഏത് എന്ന് പറയുന്നത് രാജ്യസഭയുടെ ചെയർമാൻ. രാജ്യസഭയുടെ ചെയർമാനായിട്ട് എപ്പോഴും വരുന്നത് ഉപരാഷ്ട്രപതിയായിരിക്കും. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 64. രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി, ആദ്യത്തെ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ. ഇനി രാജ്യസഭയുടെ നിലവിലെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അത് ജഗദീപ് ധൻഖറാണ്. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായിട്ടുള്ള വ്യക്തിയാണ് ജഗദീപ് ധൻഖർ. രാജസ്ഥാനിലെ ജുൻജുൻ ജില്ലയിലെ കിരാന എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 2022 ഓഗസ്റ്റ് 11 ഉപരാഷ്ട്രപതിയായി അദ്ദേഹം ചുമതലയേറ്റിട്ടുള്ളത്. അപ്പോൾ നിലവിലെ രാജ്യസഭയുടെ ചെയർമാൻ അത് ജഗദീപ് ധൻഖറാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട രാജ്യസഭയുടെ അതോറിറ്റിയാണ് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ. രാജ്യസഭയുടെ ചെയർമാന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ വഹിക്കുന്ന പ്രധാനപ്പെട്ട അതോറിറ്റിയാണ് ഡെപ്യൂട്ടി ചെയർമാൻ. രാജ്യസഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ എസ് വി കൃഷ്ണമൂർത്തി റാവു ആണ്. നിലവിലെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായണൻ സിംഗ് ആണ്. അടുത്ത അതോറിറ്റിയാണ് രാജ്യസഭയുടെ നേതാവ്. രാജ്യസഭയുടെ നേതാവായി എപ്പോഴും പ്രവർത്തിക്കുന്നത് ഒരു കേന്ദ്ര മന്ത്രിയായിരിക്കും. കേന്ദ്ര ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായിരിക്കും. ക്യാബിനറ്റ് റാങ്കുള്ള ഒരു വകുപ്പ് മന്ത്രിയായിരിക്കും. നിലവിലെ രാജ്യസഭയുടെ നേതാവാണ് JP നദ്ദ. അദ്ദേഹമാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളത്. പിന്നീട് രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആര്, അതായത് രാജ്യസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആര് എന്ന് ചോദിച്ചാൽ അത് SN മുഖർജിയാണ്. രാജ്യസഭയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആര് എന്ന് ചോദിച്ചാൽ അത് പ്രമോദ് ചന്ദ്ര മോദി PC മോദിയാണ് എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് അതാര് എന്ന് ചോദിച്ചാൽ മല്ലികാർജുൻ ഖാർഗെയുമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്ത ഒരു ചോദ്യമാണ്, ഉദ്യോഗസ്ഥ വൃന്ദം ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥ വൃന്ദം ഗവൺമെന്റിന്റെ കാര്യനിർവഹണ വിഭാഗത്തിലാണ് പെടുന്നത്. കാര്യനിർവഹണ വിഭാഗം. നമുക്കറിയാം ഗവൺമെന്റിന്റെ ഘടകങ്ങളെ ആകെ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 3 ഘടകങ്ങളാണ് ഗവൺമെന്റിനുള്ളത്. ഒന്ന് നിയമനിർമ്മാണ വിഭാഗം, 2 കാര്യനിർവഹണ വിഭാഗം, 3 നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വ്യവസ്ഥയാണ്. രാജ്യത്ത് സുപ്രധാന നിയമങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന പ്രധാനപ്പെട്ട വിഭാഗമാണ് നിയമനിർമ്മാണ വിഭാഗം. രാജ്യത്ത് നിയമങ്ങൾ നടപ്പിലാക്കുന്ന വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. രാജ്യത്ത് നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്ന വിഭാഗമാണ് അത് നീതിന്യായ വിഭാഗം, നീതിന്യായ വ്യവസ്ഥയാണ്. അപ്പോൾ നമുക്കറിയാം ഇതൊരു പട്ടികയാക്കി നമ്മളൊന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആദ്യം നമ്മൾ പറഞ്ഞ നിയമനിർമ്മാണ വിഭാഗം, ആ നിയമനിർമ്മാണ വിഭാഗത്തെ 2ആയിട്ട് തരംതിരിച്ചിരിക്കും. ഒന്ന് കേന്ദ്ര നിയമനിർമ്മാണ വിഭാഗം, 2 സംസ്ഥാന നിയമനിർമ്മാണ വിഭാഗം. അപ്പോൾ നിയമനിർമ്മാണ വിഭാഗത്തെ 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. കേന്ദ്ര നിയമനിർമ്മാണ വിഭാഗമുണ്ട്, സംസ്ഥാന നിയമനിർമ്മാണ വിഭാഗമുണ്ട്. കേന്ദ്ര നിയമനിർമ്മാണ വിഭാഗം, രാജ്യത്ത് നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെന്റാണ്. അപ്പോൾ കേന്ദ്ര നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് രാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ.
കേന്ദ്ര നിയമനിർമ്മാണ വിഭാഗത്തിൽ രാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ. സംസ്ഥാന നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് ഏതൊക്കെ? അതായത് ഗവർണർ, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭ, നിയമസമിതി. ഗവർണർ, സംസ്ഥാന നിയമസഭ, നിയമസമിതി. അപ്പോൾ നിയമനിർമ്മാണ വിഭാഗത്തെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. കേന്ദ്ര നിയമനിർമ്മാണ വിഭാഗം, സംസ്ഥാന നിയമനിർമ്മാണ വിഭാഗം. കേന്ദ്ര നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ ഘടകങ്ങളാണ് അതായത് രാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ. സംസ്ഥാന നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ ഘടകങ്ങളാണ് അതായത് ഗവർണർ, സംസ്ഥാന നിയമസഭ, നിയമസമിതി. ഇനി രണ്ടാമത്തെ ഘടകമായിട്ടുള്ള കാര്യനിർവഹണ വിഭാഗം. ഇപ്പോൾ നിയമങ്ങൾ നിർമ്മിക്കുന്നു, നിയമനിർമ്മാണ വിഭാഗം. അടുത്ത നിയമങ്ങൾ നടപ്പിലാക്കുന്ന കാര്യനിർവഹണ വിഭാഗം. കാര്യനിർവഹണ വിഭാഗത്തെയും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം, രണ്ട് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം, സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് ഒന്ന് ഏതാണ്? കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട സംവിധാനമാണ് രാഷ്ട്രപതി, രണ്ട് ഉപരാഷ്ട്രപതി, മൂന്ന് പ്രധാനമന്ത്രി, നാല് കേന്ദ്രമന്ത്രിസഭ, അഞ്ച് ഉദ്യോഗസ്ഥ വൃന്ദം. അപ്പോൾ ആ ഉദ്യോഗസ്ഥ വൃന്ദം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിസഭ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദം. അടുത്ത കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഘടകം സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം. അവിടെ ഗവർണർ, മുഖ്യമന്ത്രി, സംസ്ഥാന മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൽ ഗവർണർ, മുഖ്യമന്ത്രി, അതുപോലെ തന്നെ സംസ്ഥാന മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. അടുത്ത നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്ന പ്രധാനപ്പെട്ട അതോറിറ്റിയാണ് നീതിന്യായ വിഭാഗം. നീതിന്യായ വിഭാഗത്തിലെ ഏറ്റവും ഉയർന്ന തലമാണ് ഏത് എന്ന് പറയുന്നത് സുപ്രീം കോടതി. അതായത് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പരമോന്നത ഉയർന്ന കോടതിയാണ് സുപ്രീം കോടതി. അതിന് തൊട്ടു താഴെ ഹൈക്കോടതി, അതിന് തൊട്ട് താഴെ ജില്ലാ കോടതി അല്ലെങ്കിൽ സെഷൻസ് കോടതി, അതിന് തൊട്ട് താഴെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അല്ലെങ്കിൽ സബോർഡിനേറ്റ് കോടതി, അതിന് തൊട്ട് താഴെ മുൻസിഫ് കോടതി, അതിന് തൊട്ട് താഴെ മജിസ്ട്രേറ്റ് കോടതിയാണ്. അപ്പോൾ ഏറ്റവും ഉയർന്ന കോടതി സുപ്രീം കോടതി, അതിന് തൊട്ട് താഴെ ഹൈക്കോടതി, അതിന് തൊട്ട് താഴെ ജില്ലാ കോടതി അല്ലെങ്കിൽ സെഷൻസ് കോടതി, അതിന് തൊട്ട് താഴെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അല്ലെങ്കിൽ സബോർഡിനേറ്റ് കോടതി, അതിന് തൊട്ട് താഴെ മുൻസിഫ് കോടതി, അതിന് തൊട്ട് താഴെ മജിസ്ട്രേറ്റ് കോടതി. രാജ്യത്തെ ഏറ്റവും ഉയർന്ന കോടതി സുപ്രീം കോടതി, സംസ്ഥാന തലത്തിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി, അതുപോലെ തന്നെ സിവിൽ കേസുകളുടെ താഴ്ന്ന തലം മുൻസിഫ് കോടതി, ക്രിമിനൽ കേസുകളുടെ താഴ്ന്ന തലം അത് ഏതാണ് എന്ന് ചോദിച്ചാൽ മജിസ്ട്രേറ്റ് കോടതി. ഏറ്റവും ഉയർന്നത് സുപ്രീം കോടതി. അതുപോലെ തന്നെ അത്തരത്തിൽ സംസ്ഥാന തലത്തിലെ ഏറ്റവും ഉയർന്നത് ഹൈക്കോടതി. സിവിൽ കേസുകളുടെ താഴ്ന്ന തലം ഏതാണ്? മുൻസിഫ് കോടതി. മജിസ്ട്രേറ്റ് കേസ് ക്രിമിനൽ കേസുകളുടെ താഴ്ന്ന തലം മജിസ്ട്രേറ്റ് കോടതിയുമാണ്. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ഒരു ക്ലാസ്സുമായി കാണാം.